ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ ശ്രുതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ രജില ദമ്പതികളുടെ മകളുടെ വിവാഹത്തിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ നമ്മളെ ചങ്ങായിമാരെ, ഇതാണ് നമ്മളെ രവീഷ് ബാബു, കോഴിക്കോട് മേക്കപ്പ് മാനാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പിളീൻ്റെ മേക്കപ്പ് തുടങ്ങി രവീഷ് ഏട്ടൻ. അപ്പോൾ നമ്മൾ ഹെയർ ഡ്രസ്സർ ഇപ്പം വരും. അപ്പം നമ്മൾ ഹെയറിൻ്റെ പണി നമ്മളിപ്പോൾ തുടങ്ങും. അങ്ങനെ നമ്മൾ ഹെയർ ഡ്രസ്സർ സോണിയ നമ്മൾ സാരിയൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ അമ്പിളി വധുവിന് ഉപയോഗിക്കുന്ന സാരിയാണ് ഇങ്ങനെ ഇവരാണ് സാരിയൊക്കെ സെറ്റാക്കി വെക്കുന്നത്. അങ്ങനെ മേക്കപ്പിൻ്റെ ബേസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹെയറിൻ്റെ പണി തുടങ്ങി. വധുവിൻ്റെ നമ്മൾ ഹെയറിൻ്റെ പണി ആരംഭിച്ചു. ഇനി നമ്മൾ ഹെയർ തുടങ്ങി, മേക്കപ്പിൻ്റെ ഭാഗവും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വരൻ മിഥുനെ നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് മേക്കപ്പും ഒരേ സമയത്ത് നടക്കണം. അപ്പം ഇതിൻ്റെ വരൻ്റെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഞാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോസ് കട്ടിംഗ് എല്ലാം കഴിഞ്ഞു. മൂക്കിൻ്റെ ഭാഗം നോസ് കട്ട് കഴിഞ്ഞു, ചിക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വധുവിനെ നമ്മൾ അണിയിച്ചൊരുക്കുന്നത്. നമ്മൾ ഐഷാഡോ ഇടുകയാണ്. ഐഷാഡോ ഇട്ട് നമ്മൾ ഹെയറും നമ്മൾ ഏകദേശം അയൺ ചെയ്ത് സെറ്റായി വെക്കുകയാണ്. നമ്മളെ ഹെയർ ഡ്രസ്സായ സോണി നേരത്തെ അയൺ ചെയ്ത് വെച്ച സാരിയൊക്കെ ഉടുപ്പിച്ച് കഴിഞ്ഞു.
അങ്ങനെ നമ്മൾ മേക്കപ്പിൻ്റെ ഏകദേശ മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അടുത്തെത്തി. ഇനി കുറച്ച് പണികൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അങ്ങനെ രവീഷ് ബാബും ഞാനും ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. അങ്ങനെയാണ് അവർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലെത്തിയത്. എന്തായാലും ഒരുപാട് കാലത്തെ പരിചയം നമ്മുടെ നാട്ടിൽ വന്നപ്പം അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ മേക്കപ്പിൻ്റെ പണി കഴിഞ്ഞു, ഹെയറിൻ്റെ പണി കഴിഞ്ഞു, നെയിൽ പോളിഷ് ഇട്ടു, സാരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളൊരു പൊട്ട് വെക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പൂ റെഡി ആയിട്ടുണ്ട്. മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി പൂർത്തിയാവും. അങ്ങനെ നമ്മൾ വധുവിൻ്റെ തലയിൽ മുല്ലപ്പൂ വെക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ വധുവിൻ്റെ തലയിൽ മുല്ലപ്പൂ വെക്കുന്നത്. കണ്ടില്ലേ, കുറേ പിൻ ചെയ്ത് നമ്മൾ മുടീൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവന്ന് ഇങ്ങനെയാണ് നമ്മൾ വധുവിൻ്റെ തലയിൽ മുല്ലപ്പൂ വെക്കുന്നത്. അങ്ങനെ നമ്മൾ
വധു അമ്പിളിൻ്റെ തലയിൽ നമ്മൾ മുല്ലപ്പൂ ചുറ്റി വെക്കുകയാണ്, പിൻ ചെയ്ത് വെക്കുകയാണ്. നീളം മുടിയിൽ ഇങ്ങനെയാണ് മുടി ചുറ്റുന്നത്. അപ്പം മുടി പൂർണ്ണമായിട്ടും മുടിയിൽ നല്ല ഒതുക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സോണി അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫിനിഷിങ്ങിലാണുള്ളത്. ബാക്ക് സൈഡൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്ത് ഇനി മുടിയിലൊക്കെ മുല്ലപ്പൂ വെച്ചു, തുളസി മാലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരുടെ സ്വർണ്ണം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പം വധുവായ അമ്പിളിൻ്റെ മേക്കപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു, ഹെയറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതാണ് അവർ ഉപയോഗിക്കുന്ന സ്വർണ്ണ വളകൾ. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നോക്കാം. അങ്ങനെ നമ്മളെ ചങ്ങായിമാരെ, നമ്മുടെ വധു അമ്പിളീൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു, നമ്മുടെ സ്വർണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്തായാലും നമുക്കൊരു പരിപാടിയും കൂടി നമ്മൾ ബാക്കിയുണ്ട് കേട്ടാ. എന്താണെന്നറിയില്ലേ, നമ്മൾ മിഥുൻ, അതായത് അമ്പിളിയുടെ ഭർത്താവിനെ നമ്മളാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് എവിടെ നിന്നാണ് മേക്കപ്പ് ചെയ്യുന്നറിയേ, നമ്മൾ അഴിയൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് അടുത്തുള്ള നാണിയമ്മ കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മൾ മിഥുനെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മളെ പണിയെല്ലാം പൂർത്തിയായി, നമ്മളേതായാലും ഇവിടുന്ന് പുറപ്പെടാൻ നോക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പൂർണ്ണമാകുകയാണ്. ഇതുവരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.